വെരി ഗുഡ് ഈവനിങ്. എൻ്റെ പേര് തനൂറ ശ്വേത മേനോൻ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. പെരിന്തൽമണ്ണ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് കേട്ടോ. ഭയങ്കര സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന സോളാൻ സേറേൻ്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഇടുന്നത് പെരിന്തൽമണ്ണയിലാണ്. നജീബിക്കായിരുന്നു ഇനോഗ്രേഷൻ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിരുന്നു. ബേസിക്കലി ഐ ആം ഫ്രം കൊച്ചിൻ, ബട്ട് ഐ സെറ്റിൽഡ് ഇൻ കാലിക്കറ്റ്. കോഴിക്കോട് വന്നതുകൊണ്ട് മാത്രം ബിസിനസ്സുകാരിയായ ആളാണ് ഞാൻ. കോഴിക്കോട് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ബിസിനസ്സുകാരി ആവത്തില്ല. ഞാൻ ആദ്യമായിട്ട് പെരിന്തൽമണ്ണയിൽ സ്റ്റോർ ഇടുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, തനു അവിടെ ആരോ ഉള്ളത്, പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പോകണം? അപ്പം ഞാൻ പറഞ്ഞു, മലപ്പുറം അല്ലേ, നല്ല സ്ഥലമാണ്, ഒത്തിരി ബേസിക്കലി മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല കണക്ഷൻ ആയിരിക്കും. അപ്പം നമ്മുടെ ബ്രാൻഡ് കുറച്ചും കൂടി എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആവും. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ദോശ പോരില്ല, എന്തായാലും കരിഞ്ഞു പോകും. അതുപോലെ പോയ ഒരു മനുഷ്യനെ അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണയിൽ വന്നിട്ട് സ്റ്റോർ ഇട്ടത്. സോ മേ ബി ലൈക്ക് ടൈമിംഗ് കറക്റ്റ് ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു കാണും. അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ദേ ഗിവൺ ടു മച്ച് അപ്രീസിയേഷൻ ഫോർ ദ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ദ റീസൺ നമ്മൾ അതിനുശേഷം മറ്റുള്ള സ്ഥലത്തേക്ക് സ്റ്റോറുകൾ കിട്ടും. എനിവേ, എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് പറയണം. എൻ്റെ ഫാമിലിയിലെ ആദ്യത്തെ ബിസിനസ്സുകാരത്തിയാണ് ഞാൻ. നമ്മുടെ ഫാമിലിയിലൊന്നും കേട്ട് പരിചയമില്ല ബിസിനസ് പറഞ്ഞാൽ എന്താന്ന്. സോ ഐ കെയിം ഫ്രം വെരി മിഡിൽ ക്ലാസ് ഫാമിലി ഫ്രം കൊച്ചിൻ. നമ്മൾ പറയില്ലേ, അതായത് പുതിയ നോട്ട് പുസ്തകം പോലും ലക്ഷറിയസ് ആയ ഒരു വീട്ടിൽ നിന്നായിരുന്നു ഞാൻ വന്നിരുന്നത്. ബേസിക്കലി നമുക്ക് പ്രിവിലേജിൽ മേനോൻ എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ 12th വരെ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ന്യൂ ബുക്സ്. ലൈക്ക് ഐ സ്റ്റിൽ ഇപ്പോഴും ഞാൻ ബുക്സ് കിട്ടുമ്പോൾ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കും. പക്ഷേ അന്നും എനിക്ക് എവിടെയോ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ സംവേർ, എവിടെയെങ്കിലും എത്തിപ്പെടണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ആൻഡ് എക്സ്പെഷ്യലി എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിനെ പോലെയും നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്താം. അപ്പോൾ ഐ തോട്ട് മേ ബി ഒരു ബാങ്കിൽ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചർ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഡ്രീംസ്. സോ സംഹൗ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. സോ ഐ ജസ്റ്റ് ഫിനിഷ് മൈ +2, ദെൻ ഐ ജോയിൻഡ് ഇൻ ക്രൈസ്റ്റ് കോളേജ്. ക്രൈസ്റ്റ് കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിൽ തന്നെ ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് ബിസിനസ് ഇൻ ദ സെൻസ്, ഇപ്പോൾ കൊച്ചിയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ദർ ഇസ് എ സ്റ്റോർ കോൾ നോവൽറ്റി. ഞാൻ അവിടുന്ന് കുറച്ച് ഈ എന്താ പറയുക, ചുരിദാർ മെറ്റീരിയൽസും സാരീസൊക്കെ വാങ്ങിച്ച് കുടുംബശ്രീകളിൽ കൊടുക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ഏർണിംഗ്. ആൻഡ് സെയിം ടൈം ഞാനൊരു ഐ തിങ്ക് ഒരു 70-90 കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടി ട്യൂഷൻ എടുക്കുന്നത് +2 പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നു. പക്ഷേ ഐ റിയലി നീഡ് മണി ഫോർ സർവൈവ്. സോ അവിടെ നിന്നാണ് എൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സോ ഓൾമോസ്റ്റ് ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ, ദെൻ ഐ കംപ്ലീറ്റഡ് മൈ MBA, ദെൻ ഞാൻ നിഫ്റ്റിലേക്ക് പോയി. അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനീഷ് മൽഹോത്രനെ പോലത്തെ ഒരു ഫാഷൻ ഡിസൈനർ ആവണം. ഇന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹം ഒട്ടുമില്ല. കാരണം മനീഷ് മൽഹോത്ര ഇടുന്ന ഡ്രസ്സുകൾ ഇടുന്നവർ ചിലപ്പോൾ ഒരു 1% ഉണ്ടാവുള്ളൂ. നൗ മൈ ഡ്രീം ഈസ് ഡിഫറെൻറ്റ്. ബിക്കോസ് എനിക്ക് ആ ഒരു നിഫ്റ്റിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ഐ തോട്ട് ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ വൺ ബൊട്ടിക്. സോ ഐ സ്റ്റാർട്ടഡ് എ ബൊട്ടിക്. നിങ്ങളിപ്പോൾ കേൾക്കുന്ന തനൂറ ശ്വേത മേനോനിലെ തനൂറ എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ബൊട്ടിക്കാണ്. ഈവൻ ശ്വേത മേനോൻ എന്നുള്ള പേര് എന്നെ വിളിക്കുന്നത് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടും എൻ്റെ കമ്പനി സെക്രട്ടറിയും എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ്. എൻ്റെ അറിവിൽ എല്ലാവരും എന്നെ തനു എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഐ ലവ് ദാറ്റ് നെയിം ഓൾസോ. ഇറ്റ്സ് സോ ക്ലോസ് ടു മൈ ഹാർട്ട്. So I started my boutique Tanura. Like I came to Calicut, I started my boutique Tanura and it was like നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാലിക്കറ്റ് ബൊട്ടിക്ക് തുടങ്ങുന്ന സമയത്ത് ആകെ 3-4 ബൊട്ടിക്കുള്ളൂ. ഒരു ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ജാഫർ ഖാൻ കോളനിയിൽ കംപ്ലീറ്റ് ബൊട്ടിക്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഐ ജസ്റ്റ് വാണ്ട് ടു ചേഞ്ച് മൈ ഏരിയ. ദെൻ ഐ സ്റ്റാർട്ടഡ് കിഡ്സ് വെയറിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമുക്കുണ്ടായിരുന്ന യൂണിറ്റിൽ 10 പേരേ ഉള്ളൂ. ഇപ്പം നമുക്കൊരു 340ഓളം സ്റ്റാഫുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദെൻ ഐ സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിങ് തുടങ്ങി. എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 7-8 കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു തുടങ്ങി. അപ്പോഴൊന്നും നമുക്കൊരു ബ്രാൻഡിനെ കുറിച്ചൊരു തോട്ട് പ്രോസസ്സ് ഇല്ല കേട്ടോ. ബിക്കോസ് ബേസിക്കലി
ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല. നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നു, വേറെ നാട്ടുകാർ അത് വാങ്ങുന്നു, നമുക്ക് പൈസ കിട്ടുന്നു. സോ എൻ്റെ ആദ്യത്തെയും ഐ നീഡ് ടു ബി ഫിനാൻഷ്യലി സെക്യൂർഡ് ആകുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ ആദ്യം പറയുന്നത്, ഒരു സ്ത്രീ എപ്പോഴും ഫിനാൻഷ്യലി സെക്യൂർഡ് ആവുക. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വൈസ് ഐ നീഡ് ടു ഗിവ് ടു യു. സോ ഞാൻ വൺസ് ഐ സെറ്റിൽ, അപ്പോൾ എനിക്ക് തോന്നി ഈവൻ മദർ കെയറിനൊക്കെ ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് എന്തുകൊണ്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെയാണ് സേറ കിഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. എക്സ്പെഷ്യലി കറക്റ്റ് എൻ്റെ തോട്ട് വന്ന ടൈമിലാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന ടൈമിൽ ലോജിസ്റ്റിക് എല്ലാം ക്ലോസ് ആയി, ഇങ്ങോട്ടേക്ക് പൈസ വരുന്നില്ല, അങ്ങോട്ടേക്ക് പോക്ക് മാത്രമേ ഉള്ളൂ. സോ എനിക്കിത് നിർബന്ധമായി, നാട്ടിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണം, നാട്ടിൽ നിന്ന് ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയണം. സോ ഐ സ്റ്റാർട്ടഡ് സേറ കിഡ്. സേറ കിഡിൻ്റെ തുടക്കവേളയിൽ ഈ ഇരിക്കുന്ന അഫ്താബ കിഡ്, ഞങ്ങൾ കോവിഡിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കോഫി കഴിക്കുക, ചായ കുടിക്കുക, ഫ്ലാറ്റിൽ മീറ്റ് ചെയ്യുക, ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഐ കോൾ ഹിം അഫ്തു, ഈസ് വൺ ഓഫ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്സ്. സോ ഹി യൂസ് ടു ആസ്ക് മീ, എന്താ തനു നിങ്ങളുടെ പ്ലാൻ? ഞാൻ പറഞ്ഞു, ഒരു പ്ലാനും ഇല്ല, അത് തന്നെയാണ് പ്ലാൻ. ഐ ജസ്റ്റ് വാണ്ട് ടു ക്രിയേറ്റ് എ ബ്രാൻഡ്. ഇത് മാത്രമേ എൻ്റെ തലയിൽ വരുന്നുള്ളൂ. അങ്ങനെയാണ് പെരിന്തൽമണ്ണയിൽ ഫസ്റ്റ് സ്റ്റോർ എന്നൊരു പ്രോപ്പർ കോൺസെപ്റ്റ് കൊണ്ടുവരും. അപ്പം ഞാൻ അഫ്തുവിനോട് ചോദിച്ചു, അഫ്തു നിനക്ക് പെരിന്തൽമണ്ണ അറിയോടാ? എനിക്കറിയാം, ഞാനിവിടെ ഉണ്ടായിരുന്നു. ദെൻ എനിക്കിവിടെ ആകെ അറിയുന്ന ശ്രീരാമകൃഷ്ണ സാറാണ്. ദെൻ പിന്നെ വേറെ ആരെയും എനിക്കറിയില്ല. ബട്ട് നൗ ഐ നോ നജീബിക്ക. നജീബ് ഇസ് ലൈക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെയാണ്. സോ ഐ സ്റ്റാർട്ടഡ് സേറ കിഡ് എന്നുള്ള പേരിൽ നമ്മൾ റീറ്റെയിൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്നാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. സേറ കിഡ് എന്നുള്ള പേര് നമ്മൾ ട്രേഡ് മാർക്കിന് ഇട്ടപ്പോൾ സാറ നമുക്ക് ഓപ്പണൻ്റ് ആയിട്ട് വന്നു. ഐ ഫീൽ സാധാരണ എൻ്റെ കൺസൾട്ടൻറ്റ്, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്, ഈവൻ എൻ്റെ സ്റ്റാഫുകളൊക്കെ ചോദിച്ചു, തനു ജസ്റ്റ് ഫോർഗെറ്റ് ദറ്റ് നെയിം, സേറ എന്നുള്ള പേര് മാറ്റ്, വേറെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു, നോ നോ നോ, ദാറ്റ് ഈസ് ഇൻ ടു മൈ മൈൻഡ്. ബിക്കോസ് 2014 ഞാൻ ഫസ്റ്റ് ടൈം ദുബായ് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ബ്രാൻഡ് സാറയാണ്. 130 ദിർഹത്തിന് ഞാനൊരു ക്ലോത്ത് വാങ്ങിച്ചു, എൻ്റെ മകൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു. സോ സാറ ഈസ് വെൽ കണക്റ്റഡ് വിത്ത് മൈ ഹാർട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്, ഈവൻ മൈ CA ടോൾഡ് മീ, യു ആർ ഗോയിങ് ടു സ്പെൻഡ് സോ മച്ച് മണി ഓൺ ദ ബ്രാൻഡ്, ജസ്റ്റ് സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യൂ, ബ്രാൻഡിൻ്റെ പേര് മാറ്റൂ. ഞാൻ പറഞ്ഞു, നോ, ലൈക്ക് സാറ വന്ന് ഐ തോട്ട് ഓക്കെ, ഐ ഫീൽ സോ പ്രൗഡ്. അറ്റ്ലീസ്റ്റ് വേൾഡിലെ നമ്പർ 1 ക്ലോത്തിങ് ബ്രാൻഡാണ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതിൽ തന്നെ അങ്ങോട്ട് പോവാം. അപ്പോഴും താൽക്കാലികമായിട്ടൊരു പേര് മാറ്റണം എന്നൊരു ഇത് വന്നു, ഒപ്പീനിയൻ വന്നു. സോ നമ്മൾ കുറേ കൺസൾട്ടൻസിനൊക്കെ കൊടുത്തു, അതായത് ഒരു പുതിയ പേര് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈവൻ അഫ്തു ഓൾസോ കെയിം വിത്ത് ലോട്ട് ഓഫ് നെയിംസ്, ലോട്ട് ഓഫ് പീപ്പിൾ, ഐ തിങ്ക് 3-4 ടീം അല്ലേ, അത്ര പേർക്ക് നമ്മൾ കൊടുത്തു ഒരു ബ്രാൻഡ് നെയിം വേറെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി കൊണ്ടുവന്ന ബ്രാൻഡ്സ് ഒക്കെ ഭയങ്കര കിഡിഷ് നെയിമാണ്, ലൈക്ക് കിഡ്സു, സൂ, ദോസ് കൈൻഡ്. ഐ ഡോണ്ട് വാണ്ട്, സി എൻ്റെ പ്രൊഡക്റ്റ് ചിലപ്പോൾ കുട്ടികളുടെ ഡ്രസ്സായിരിക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് എ മിനിയേച്ചർ ബ്രാൻഡ്, ഇറ്റ്സ് എ റിയൽ സ്ട്രോങ് ബ്രാൻഡ്, സോളിഡ് ബ്രാൻഡ് ആയിരിക്കും. സോ ഐ നീഡ് എ സോളിഡ് നെയിം. അങ്ങനെ ഞാനിങ്ങനെ കുത്തിയിരുന്ന് മറ്റേ നെറ്റൊക്കെ എടുത്ത് നോക്കി. സോ ഐ ഗോട്ട് സോൾ. അപ്പം സോൾ, സേറ എനിക്ക് വേണം, അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും പറയുന്ന, വേറൊരാൾ നമ്മുടെ ഒപ്പീനിയൻ മാറ്റാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. വാട്ട് യുവർ ഹാർട്ട് സീസ്, ലൈക്ക് എന്താണോ ഹൃദയം പറയണത്, ഹൃദയത്തിനോട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കൺവിൻസ് ചെയ്താൽ മതി. സോ ഐ പുട്ട് ഇൻ മൈ മൈൻഡ്, സേറ ഞാൻ മാറ്റൂല, ദാറ്റ് ഈസ് 100%. സേറയുടെ മുമ്പിലോ പുറകിലോ ഞാൻ എന്തെങ്കിലും മാറ്റും. അങ്ങനെയാണ് ഈ ബ്രാൻഡ് ക്രിയേറ്റ് ആയത്, ലൈക്ക് എ സോൾ ആൻഡ് സേറ. സോൾ ഈസ് ലൈക്ക് ഇറ്റ്സ് എ ഹിബ്രൂ വേർഡ് ബേസിക്കലി. സോൾ മീൻസ് ഇറ്റ്സ് എ സീഡ്. സേറ ഈസ് ലൈക്ക് എന്താ പറയുക, ഉയരത്തിൽ പറക്കുന്നത്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ വി സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്റ്റോർ ഹിയർ ആൻഡ് വി ഗോട്ട് ഹ്യൂജ് റെസ്പോൺസ് ഫ്രം ദ പെരിന്തൽമണ്ണ പീപ്പിൾ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി നോക്കാം, കുഴപ്പമില്ല, അത്യാവശ്യം സെയിലായി വരുന്നുണ്ട്. സോ ഇതിൽ ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതുവരെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അറിഞ്ഞിരുന്നില്ല. ബിക്കോസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, 40 ദിവസം 50 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൈസ വരും. സോ ആ സാധനം അവിടെ വിറ്റ് പോകുന്നുണ്ടോ, അത് കാട്ടി പോകുന്നുണ്ടോ, അതെവിടെ പോകുന്നതോ, ഐ റിയലി ഡോണ്ട് നോ അബൌട്ട് എനിത്തിങ് അബൌട്ട് ദ സെയിൽ പാർട്ട്. സോ നമ്മൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കസ്റ്റമർ എന്താണെന്ന് മനസ്സിലായത്. നമ്മൾ അതുവരെയും കൊടുത്തിട്ടിരുന്ന പല പ്രൊഡക്റ്റും കസ്റ്റമറിന് ഇഷ്ടമല്ല, കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊരു പ്രൊഡക്റ്റ് ചെയ്യാനാണ്
എല്ലാ ബ്രാൻഡും ശ്രമിക്കുന്നത്. സോ ഐ തിങ്ക് ഓക്കെ 60% ഐ ആം ഗോയിങ് ടു വിത്ത് കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻ, 40 ഈസ് ബൈ. ദാറ്റ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തന്നിഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഐ റിയലി വാണ്ട് വാട്ട് ഐ റിയലി നീഡ്. അങ്ങനെ ഐ സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ്. ഫ്രം ദാറ്റ് പോയിന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്റ്റോറിൻ്റെ ബ്രോഷർ ഡിസൈൻ ചെയ്യാണ്. എക്സ്പ്രസ്സോ ആയിരുന്നു ഡിസൈൻ ചെയ്ത്. എക്സ്പ്രസ്സോ ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ അഫ്താബിൻ്റെ അടുത്ത് നമ്മുടെ മീറ്റിങ്ങിൽ പറഞ്ഞു, അഫ്തു വെറുതെ അങ്ങോട്ട് എഴുതിക്കും, ഒരു 200 സ്റ്റോർ എന്നൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. സി ദർ ഇസ് നത്തിങ് ഇൻ മൈ മൈൻഡ്. ദർ ഇസ് മൈ തിങ് ഈസ് ലൈക്ക് മലയാളി ഉള്ളിടത്ത് സ്റ്റോർ ഇടാം, പക്ഷേ 200 എന്നൊക്കെ ഏതായാലും ബ്രോഷർ നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് പ്രിന്റ് ചെയ്യുന്നതാണ്. ലെറ്റ് ഇറ്റ് ഗോ ലൈക്ക് 200 സ്റ്റോഴ്സ്. ആൻഡ് യു നോ സംതിങ്, നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പറയും ഗുളികൻ ഇരിക്കുക എന്ന് പറയും നാക്കിൽ, അതുപോലെ. സോ വി സ്റ്റാർട്ടഡ്, നമ്മൾ ബ്രോഷറൊക്കെ വെച്ച് സ്റ്റോർ ചെയ്തു, ദെൻ കാലിക്കറ്റ് ചെയ്തു, ട്രിവാൻഡ്രം ചെയ്തു. One day, I got an opportunity from Reliance. I met a person, his name is Aditya. So he is the CEO of Reliance Mall. Reliance Mall almost 41 malls ഉണ്ട്. നമ്മളൊരു മീറ്റിങ്ങിലിരുന്നു. ആക്ച്വലി നമ്മൾ മീറ്റിങ്ങിലിരിക്കണം, ആലപ്പുഴയിൽ ഒരു സ്റ്റോർ കൊടുക്കാനുണ്ട്. സോ ആ മീറ്റിങ്ങിന് വേണ്ടി ഐ വാസ് ലൈക്ക്, ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ പറയും, എനിക്ക് രാവിലെ കോഴിക്കോട് നിന്ന് ആലപ്പുഴ വരെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ബോറടിക്കണില്ലല്ലോ അല്ലേ? Are you sure? Okay. So because when I'm talk about my brand, no, I'm highly talkative. That's I'm asking, okay? So ഞാൻ ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് തീരെ പോകാൻ താല്പര്യമില്ല, പക്ഷേ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ആളെ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ആലപ്പുഴയിൽ പോയിരുന്നു. അപ്പോൾ ഈ സിഒനെ കണ്ടപ്പോൾ തന്നെ ഹീ ഈസ് ലൈക്ക് എ റോക്ക് സ്റ്റാർ. അപ്പം തന്നെ എനിക്ക് ഐ മീൻ ടോട്ടലി നമുക്കൊരാളെ ഞാൻ ഭയങ്കര ജഡ്ജ്മെൻറ്റാന്ന് വിചാരിക്കുന്നത്. സംഭവം I was not getting thing. We just started talking and I just showed my stores, photos and the products and everything. അപ്പോൾ മൂപ്പർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, തന്നു the brand started your father? I said no. Then he started your brand, maybe your husband? I said no. Your brother? No. Then who started the brand? I said myself, yeah. I feel little bit insult basically. അതായത് എന്നെ കണ്ടിട്ടാണോ എന്തോ ഈ ഒരു ബ്രാൻഡൊന്നും കൊണ്ടുവരാനുള്ള ഒരാളില്ല എന്നൊരു സാധനം. I said myself. അപ്പോൾ കുറച്ച് നേരം എന്നെ നോക്കി. ദെൻ വി ഹാഡ് എ ചാറ്റ് ഫോർ, നമ്മളൊരു 10 മിനിറ്റ് മീറ്റിങ്ങിനാണ് വന്നത്. വി ഹാഡ് 4 hours ചാറ്റ്. ദെൻ വി ലൈക്ക് ഞാൻ കൊച്ചിയൊക്കെ അദ്ദേഹത്തെ കൊണ്ടേ കാണിച്ചു കൊടുത്തു. ദെൻ എനിക്കൊരു പിറ്റേ ദിവസം ഒരു മെയിൽ വന്നു, തനു വൈ ഡോണ്ട് യു സ്റ്റാർട്ട് സ്റ്റോഴ്സ് ഇൻ അവർ മോൾസ്? വി ഓൺ ഓൾമോസ്റ്റ് 41 മോൾസ് ഉണ്ട് നമുക്ക്, യു ക്യാൻ സെലക്ട്. ഐ വാസ് ലൈക്ക് വണ്ടറിങ്, അതായത് അങ്ങർക്ക് ഭ്രാന്തായതാണോ അതോ കേട്ടിക്കടെ എനിക്ക് ഭ്രാന്തായതാണോ? ഐ വാസ് ടോട്ടലി ബിക്കോസ് യു നോ ദറ്റ് റിലയൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 1990 2000 നമ്മൾ റിലയൻസിൻ്റെ മൊബൈൽ അപ്പോൾ അങ്ങനെ അംബാനി ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ദോസ് ടൈം. സോ എൻ്റെ മൈൻഡിൽ അതാണല്ലോ അംബാനി. അപ്പോൾ ഐ വാസ് റിലയൻസ്. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള അതായത് നമ്മളിഷ്ടമുള്ള, നമ്മൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു. അപ്പോൾ എല്ലാവരും നോക്കി, സീരിയസ്ലി നോ വൺ, ആരും എനിക്ക് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഐ ടുക്ക് എ ഡിസിഷൻ. അപ്പോൾ അതുവരെ എൻ്റെ ബിസിനസ് മലയാളി ഉള്ളോടത്ത് ബിസിനസ് ചെയ്യുക, മലയാളിയുടെ ഒരു ബ്രാൻഡ്, ഇതാണ് കേട്ടോ എൻ്റെ കോൺസെപ്റ്റ്. ഐ സ്റ്റാർട്ടഡ് ഇൻ സേലം മോൾ. സേലം മോളിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഡെക്കാത്തലോൺ, അഡിഡാസ് പോലത്തെ ബ്രാൻഡിൻ്റെ കൂടെ നമുക്ക് പൊസിഷനിങ് കിട്ടി. ആൻഡ് സിൻസിയർലി നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോയിന്റ് കിട്ടും. ഒരു പോയിന്റിൽ നമ്മൾ ഗ്രാബ് ചെയ്യാൻ പഠിക്കണം. ഗ്രാബ് ചെയ്തില്ലേ, ബിക്കോസ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ടാവത്തില്ല. സോ ഐ വാസ് തിങ്കിങ്, ഞാനിപ്പോൾ റിലയൻസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടൈം വേസ്റ്റ് ആവുമോ? ബിക്കോസ് ഐ മീൻ ഞാൻ സെൽഫായിട്ട് ഞാൻ പ്രിപ്പയർ ആവണമല്ലോ, അതിനുശേഷമാണല്ലോ നമ്മൾ സ്റ്റോഴ്സ് എടുക്കുന്നത്. ഐ തിങ്ക് ഞാൻ വന്ന ദൂരത്തിൻ്റെ അത്രയും ഇനി അങ്ങോട്ടേക്ക് പോവാൻ. സോ ലെറ്റ് മീ ടേക്ക് ദിസ് റിസ്ക്. ഐ ടുക്ക് ദാറ്റ് റിസ്ക്. ഐ സ്റ്റാർട്ടഡ് ഇൻ സേലം മോൾ. അത് കഴിഞ്ഞ് വി പെർഫോം വെരി വെൽ. ഓക്കെ, ഐ മീൻ ഇതല്ല ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. മോളിൽ കിട്ടാന്നുള്ളല്ല, നോ റേറ്റ്. ഐ ഗോട്ട് എന്താണോ ടേൺ ഓവറിൻ്റെ 10% റിലയൻസിന് കൊടുത്താൽ മതി. പൊതുവേ റിലയൻസ് ക്യൂസ് അതർ ബ്രാൻഡ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ദ 10 നോ റെൻറ്റ് നത്തിങ്. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമ്മൾ മേക്ക് ചെയ്യണം, പ്രൊഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്യണം. വി വിൽ ഗെറ്റ് മിനിമം 600 to 1500 സ്റ്റോഴ്സ് കിട്ടും. ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ ടേക്ക് ദിസ്, ഈ ഓപ്പർച്യൂണിറ്റി എടുക്കുക. ദെൻ ഐ ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് വി വെൽ പെർഫോം സേലം മോൾ. ദെൻ ദേ കെയിം ടു മീ അഗെയിൻ. അവർ ചോദിച്ചു തനു അടുത്ത സ്റ്റോർ എവിടെയാണ് ചെയ്യേണ്ടത് ചോദിച്ചു. ഐ സെഡ് ഗിവ് മീ ഗുജറാത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഗുജറാത്തോ, ഹൗ യു ആർ ഗോയിങ് ടു പെർഫോം ഇൻ ഗുജറാത്ത്? അപ്പം ഞാൻ പറഞ്ഞു എന്താ അദാനിക്കും അംബാനിക്കും മാത്രം കേരളത്തിൽ വന്നത്, ലെറ്റ് മീ ഗോ ദർ ആൻഡ് സ്റ്റാർട്ട് മൈ ബിസിനസ്. സോ ഐ നോ എത്ര പേര് ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഗുജറാത്തിൽ ഒരു ബിസിനസ് സക്സസ് ആയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും സക്സസ് ആവാൻ എളുപ്പമാണ്. ബിക്കോസ് ഗുജറാത്തി പീപ്പിൾസ് ആർ, യു ഹേർഡ് അബൌട്ട് ഗുജുന, ദേ ആർ ലൈക്ക്
ദേ ആർ ലൈക്ക് ഹൈലി ഇൻ്റലക്ച്വൽ പീപ്പിൾ ആൻഡ് ഹൈലി അവർ ഉണ്ണണതും ഉറങ്ങണതും ഒക്കെ എന്തിലാണെന്നറിയോ, മറ്റേ ബിസിനസ്സിലാണ്. സോ വി സ്റ്റാർട്ടഡ് അവർ സ്റ്റോർ ഇൻ രാജ്കോട്ട് ആൻഡ് ദാറ്റ് ഓൾസോ പെർഫോം വെൽ. സോ എനിക്ക് തോന്നുന്നു എൻ്റെ ഡ്രീമിൽ പോലും എനിക്കിപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് ദാറ്റ് ഐ എം എ കിഡ് ബേസിക്കലി. കാരണം നമ്മുടെ ഡ്രീമിലുള്ള പല കാര്യങ്ങളും അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. വാട്ട് ഐ ലേൺ ഫ്രം മൈ എൻറ്റയർ ലൈഫ്. ഇപ്പോൾ ഇപ്പോൾ ഇതിനു മുമ്പ് ഐ തിങ്ക് ഐ ഫോർഗെറ്റ് ദാറ്റ് പേഴ്സൺ നെയിം, ബട്ട് ഹി വാസ് സേയിങ് അബൌട്ട് ഹീ നോ ഓൺലി മലയാളം. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ +1 +2 സമയത്ത് കഴിഞ്ഞിട്ട് ഐ വാസ് ഗോയിങ് ഫോർ എ ജോബ് ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ എൻ്റർ ചെയ്ത ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവരെന്നെ എടുത്തില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, യു ഡോണ്ട് പ്രസൻറ്റ് വെൽ, യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്, അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ ഐ ഫീൽ അൽഹംദുലില്ല അന്ന് എടുക്കാതിരുന്നത്. അതുകൊണ്ടായിരിക്കും വി ഡിഡ് എ ബിസിനസ്. എനിവേ, so this is my brand story. We just tied up with Reliance now. We just tied with Threads. We just tied with like Centro. And the same time we are going to open in Bahrain with the ex-minister there. And the same time Maldives with the ex-immigration minister, Mr. Anwar. So as a woman entrepreneur, as a entrepreneur from Chotanikira, who made like നമ്മളിപ്പോൾ ഒരു 4 കൺട്രിയിലേക്ക് നമ്മുടെ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്. ഫോർ മീ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റോറി. ഐ ഡോണ്ട് നോ എത്ര പേർക്ക് ഇതിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫീൽ ബിക്കോസ് നമ്മൾ കാണുന്ന ഡ്രീം നമുക്ക് എന്നോടിപ്പോൾ ചോദിക്കുക വാട്ട്സ് യുവർ ഡ്രീം, ദർ ഇസ് നോ ഡ്രീം ഫോർ മീ. ഐ ജസ്റ്റ് നീഡ് എവറിത്തിങ്. എൻ്റെ ഡ്രീമിൽ കണ്ടതെല്ലാം തന്നെ എനിക്ക് വേണം. ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം. Okay. Anyway, thank you so much. Really thank you so much for everyone who listens me. Thank you.